ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ക്രിസ്മസ് പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട് ഡെക്കറേറ്റ് ചെയ്തതും മറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തതും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെങ്ങനെ സാധാരണ ഒരു പ്ലാനിങ് പേഴ്സൺ ആണല്ലോ ഞാൻ. അപ്പം ഒത്തിരി സമയമെടുത്ത് ഒരാഴ്ച എടുത്ത് പയ്യെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ഈ ഡെക്കറേഷൻസും ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഞാൻ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്തു എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ ഇതിനകത്ത് ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും കൂടെ പിരിവിട്ട് നമ്മൾ കാറ്ററിങ്ങിന് തന്നെ കൊടുത്തേക്കുവാണ്. പിന്നെ കുറച്ച് എല്ലാവരും ഇഷ്ടത്തോടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഉണ്ടല്ലോ, അതുണ്ട്. അതായത് കുറച്ച് പേര്, ഇപ്പോൾ ഞാൻ കട്ട്ലറ്റും വൈനും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരാൾ കേക്ക് കൊണ്ടുവരും, ഒരാൾ ഫുഡിൻ്റെ സെർവ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ട്, ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ട് ഉണ്ട്. അല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത ഡെക്കറേഷൻസാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബലൂണും കൂടെ വീർപ്പിക്കണം, അതോടെ എല്ലാം തീരും. അപ്പോൾ ഇതിപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ടാണ്, ഒരു 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളി ഒരു ഇരുളിമയാണ്. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കുറച്ചും കൂടെ ഒരു പൊലിമയിൽ കാണുന്നുണ്ടെന്നുള്ളൂ. ശരിക്കും ഇരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ കംപ്ലീറ്റ് ലൈറ്റ് വെച്ചിട്ടാണ് പരിപാടികളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഞാനിത് പ്ലാൻ ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പ്ലാനർ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു തിങ്കളാഴ്ച മുതൽ ഞാനിതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻ ിലേക്കായിരുന്നു. കാരണം പിള്ളേർക്ക് പരീക്ഷയുണ്ട്. പിന്നെ പിള്ളേർക്ക് ഇപ്പം നല്ല അസുഖമായിരുന്നു. ഈ ഒരാഴ്ച ഫുള്ള് ഓരോരുത്തർക്കായിട്ട് അസുഖം മാറി വരുമായിരുന്നു. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഞാൻ പ്ലാൻ ചെയ്ത് ആദ്യമേ നമ്മുടെ വീക്ക്ലി പ്ലാനറിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഒന്ന് കട്ട്ലറ്റിൻ്റെ പ്രീ പ്രിപ്പറേഷനാണ്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് എടുക്കണമല്ലോ. കാരണം ഞാനിപ്പോൾ വേറെ വർക്കൊന്നും എടുക്കുന്നില്ല. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് എങ്കിലും ചെയ്തില്ലെങ്കിൽ കയ്യിൽ ചിക്കിലി ഒന്നും കിട്ടത്തില്ല. അപ്പം അതൊന്ന്. പിന്നെ അന്നയ്ക്കൊരു ബ്ലേസർ തയ്ക്കണമായിരുന്നു. അതിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്തതെന്നുള്ളത്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഓരോ ഏരിയ ആയിട്ട് ക്ലീൻ ചെയ്യണം. ബെഡ്റൂം അല്ലെങ്കിൽ ഫ്രണ്ടിലെ റൂം, അങ്ങനെ ഓരോ ദിവസം ഓരോരോ റൂംസായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്, പിന്നെ മോപ്പ് ചെയ്യാനായിട്ട്, പിന്നെ തുണികളിലൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കണം. അതുപോലെ പിന്നെ ഇവിടെ നമുക്ക് വേസ്റ്റ് ബിന്നൊക്കെ അറേഞ്ച് ചെയ്യണം. നമുക്ക് ആ ഫുഡ് വേസ്റ്റ് ഒക്കെ വരുന്നത് കളക്ട് ചെയ്യാനായിട്ട്. പിന്നെ വൈൻ ഗ്ലാസ് മേടിക്കണം. കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ ക്ലീൻ ചെയ്യണം. അതുപോലെ റൂംസ് ഡെക്കറേറ്റ് ചെയ്യണം. ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള കണക്ക് സീക്രട്ട് സാന്റാ ഇല്ലേ, അതുണ്ട്. അപ്പം ക്രിസ്മസ് ഗിഫ്റ്റ് റെഡിയാക്കി അത് പാക്ക് ചെയ്യണം. ഫർണിച്ചേഴ്സൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കണം. ക്രിബ് സെറ്റ് വെക്കണം. അങ്ങനെ ഓരോരോ സെക്ഷൻ ഞാൻ ചെയ്തു വെച്ചേക്കാണ്. ടിക്കറ്റ് എല്ലാം കംപ്ലീറ്റ് ആയത് കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി പ്ലാനറിൽ നമ്മുടെ ഡെയിലി ഉള്ള ആക്ടിവിറ്റീസും കൂടെ ചേർത്തിട്ട് ഉള്ള പരിപാടികളാണ്. ഇന്നലെയും ഇന്നും, അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും, ശനിയാഴ്ചയാണ് പരിപാടി, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കട്ട പണിയായിരുന്നു. തലയൊക്കെ വിങ്ങി വീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ചെയ്ത ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡെക്കറേഷൻസ് ഞാൻ ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. ഫ്രണ്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കാണാമോ, ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ അത് ഇത്രയുമേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ സ്റ്റാർ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ വെൽക്കമിങ് ആയിട്ടൊരു ജിങ്കിൾ ബെൽസിൻ്റെ സംഭവം വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചേക്കാം, ഭയങ്കര കൊതുകാണ്. പിന്നെ ഉള്ളത്, ഞാൻ ഈ ഒരു മുറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മുറിയിൽ കിടന്ന സോഫ ഞാൻ അടുത്ത മുറിയിൽ ഇട്ടു. കാരണം ഈ മുറിയിൽ പ്രത്യേകിച്ച് അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ക്രിബും കാര്യങ്ങളും, അതായത് എൻ്റെ അവിടുത്തെ ഡൈനിങ് ടേബിൾ എടുത്തിട്ട്, ഇതൊരാഴ്ച മുന്നേ ഇവിടെ ഇട്ടതാണ് കേട്ടോ. ഡൈനിങ് ടേബിൾ എടുത്തിട്ട് ഇവിടോട്ട് വെച്ചു. ലൈറ്റൊക്കെ ഇട്ട്, ലൈറ്റ് ഇട്ടില്ലെങ്കിലുള്ള ലുക്കാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അയ്യോ മൊത്തം പോയാ. ഇതാണ് ചെറിയൊരു ട്രീയും പിന്നെ ക്രിബും. വലിയ സംഭവം ഒന്നും പറയാനില്ല. കാരണം ഇതിപ്പം ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇതെടുത്ത് മാറ്റണം. അപ്പം ഡൈനിങ് ടേബിളിൻ്റെ തന്നെ ബാക്കി സംഭവങ്ങളൊക്കെ കസേരയും മറ്റും ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുറിയിൽ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അങ്ങനൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പണ്ട് നമ്മൾ പേപ്പർ വെച്ച് മറ്റേ കളർ പേപ്പർ വെച്ചൊക്കെ പരിപാടികളൊക്കെ ചെയ്യുമല്ലോ. ഞാൻ ആദ്യം അതൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ വീട്ടിലെ ഒത്തിരി പടപണ്ടാര സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പം ഒന്നാതെ ഒരു കാട് പോലെ വീടിരിക്കുന്നത്. പിന്നെ ഇനി ആ പേപ്പറും കൂടെ ഒക്കെ വെച്ച് കഴിയുമ്പോൾ ആകപ്പാടെ ഒരു വല്ലായ്മയായിരിക്കും. ഇപ്പം തന്നെ ഇത് ഇച്ചിരി ഓവറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് കിട്ടിയൊരവസരം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊന്നും ഡെക്കറേറ്റ് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഒരു
ഇവൻറ്റ് വരുമ്പോഴാണല്ലോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊരു സന്തോഷം തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ അധികം ലൈറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫെയറി ലൈറ്റ്സ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ അന്നയുടെ ബ്ലേസർ തയ്ച്ചു എന്ന് പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അന്നയ്ക്ക് ഞാൻ തയ്ച്ചത്. ഇതിനകത്തൊക്കെ വേറെ വേറെ തുണികളാണ്. അപ്പം ഇവൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. ഇവളുടെ ഒരു ഷർട്ടിൻ്റെ അളവെടുത്തിട്ടാണ് ചെയ്തത്, ഇവളുടെ ബോഡി ഇന്നും മെഷർമെൻറ്റ് എടുത്തിട്ടല്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഇനിയും ഫിനിഷിംഗ് വർക്ക് ഇനിയുണ്ട്, ബട്ടൺസ് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഒരു കോട്ട്, നമ്മുടെ കോട്ടും സൂട്ടും ഒക്കെ ഇല്ലേ, അതിൻ്റെ പോലത്തെ ഇതുണ്ട്. ഇതിന് എനിക്ക് തുണി തികഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വേറെ തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ തുണി തികഞ്ഞില്ല, എനിക്ക് തയ്ക്കണമെന്നുണ്ട്, പക്ഷേ സമയവും ഇല്ല പോയി വാങ്ങിക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലിരുന്നതൊക്കെ വെച്ചിട്ട് അവൾക്ക് റെഡ് കളർ വേണം. പിന്നെ ഇവിടെ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, വർക്കിംഗ് പോക്കറ്റാണ്, ഷോ പോക്കറ്റൊന്നുമല്ല. ഇതിനകത്തൊക്കെ സാധനങ്ങളൊക്കെ ഇടാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനിടയ്ക്ക്. ഇത് ഭയങ്കര, ഒന്നാമത് എനിക്ക് പുതിയൊരു വർക്കായതുകൊണ്ടേ ഒത്തിരി സമയം എടുക്കും ചെയ്യാൻ. അപ്പോൾ ടൈം എടുത്ത് വൈകിട്ടിരുന്ന് ചെയ്താണ്. ഇനി ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. ഞാൻ അപ്പുറത്ത് കിടന്ന സോഫ ഞാൻ ഇങ്ങോട്ടേക്കാണ് ഇട്ടത്, കണ്ടോ? സോഫ ഇങ്ങോട്ടേക്ക് ഇട്ടു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സോഫ ഞാൻ ദേ അങ്ങോട്ടേക്ക് ഇട്ടു. അവിടെ ആനിക്കുട്ടി കിടന്ന് ഉറങ്ങുവാണ്, കാരണം അവൾക്ക് ഒരാഴ്ചയായിട്ട് അവൾ സ്കൂളിൽ പോയിട്ടില്ല. നല്ല ശ്വാസം മുട്ടലും ചുമ കൂടിയിട്ട് അവൾക്ക് ചെവിയിൽ ഇൻഫെക്ഷനായിട്ട് ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലും. ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് കിടന്നേച്ച് അവളൊന്നും മറിഞ്ഞു ഉരുണ്ട് താഴോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ തലോണയൊക്കെ എടുത്ത് താഴെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങാത്തതിൻ്റെ അവൾ ഉറക്കത്തിലാണ്. പിന്നെ അപ്പം സോഫ ഇവിടെ, പിന്നെ നമ്മുടെ ശരിക്കുള്ള സോഫ ഇങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ വന്നിട്ട് ഇവിടെ ഇനിയിപ്പം 10-25 പേര് വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ സോഫയിലെല്ലാം കൂടെ ഒരു 10 പേർക്ക് ഇരിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഏരിയയിൽ ഇനി ഒരു 10-15 കസേര ഓർഡർ ചെയ്തിട്ടുണ്ട്. മീൻവാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വെക്കാമെന്ന് കരുതുന്നു. പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഈ ലൈറ്റ് ഇച്ചിരി ഓവറാണെന്ന് എനിക്കറിയാം, എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തു. പിന്നെ ഒരു ചെറിയ സ്റ്റാർ, ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് പിള്ളേർ വാങ്ങിച്ചതെല്ലാം കൂടെ വലിച്ചു വാരിയിട്ടേക്കാണ്. പിന്നെതാ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഞാൻ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഫോട്ടോ ബൂത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം. ഇത് ഞാനൊരു സ്ക്രീനൊക്കെ ഇട്ടിട്ട് എപ്പോഴും വീഡിയോസ് ചെയ്യുമായിരുന്നു പണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച ഇതാണ് സ്ക്രീനും. പിന്നെ ഇതിനകത്ത് ഇതെങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന പഴയ തുണിയൊക്കെ തന്നെയാണ്. അത് മേടിച്ച് അതിങ്ങനെ ഫിറ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു സംഭവം തൂക്കി വെച്ച് പിന്നെ ചെയ്തതാ ഇതാണ്. നമ്മുടെ തയ്ക്കുന്ന നൂലിൽ ഈ ബോൾസ് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലെ ഏതൊരു റീലിൽ എനിക്ക് അനിയത്തി അയച്ചു തന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലോട്ട് കിടന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഇട്ടാൽ ഒന്നാതെ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇട്ടാൽ വല്ലവരുടെയൊക്കെ കഴുത്തിൽ ഇത് കുരുങ്ങും. അതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡിൽ മാത്രമായിട്ട് ഇതിങ്ങനെ തൂക്കിയിട്ടു. പിന്നെ ഇത് തൂക്കി ഇട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞത് ഇത് ഞാൻ ബ്ലൂ ടാക്ക് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടാണ്. ഇങ്ങനെ ഒരു മാവ് പോലത്തെ ഒരു സാധനം, ഇങ്ങനെ അത് നിങ്ങൾക്ക് അറിയാവോന്ന് അറിയത്തില്ല. ഇതാണ് ബ്ലൂ ടാക്ക് എന്ന് പറഞ്ഞൊരു സാധനം. ഇത് എനിക്ക് അനിയത്തി ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടു തന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഓരോ സ്ട്രിപ്പ് കാണും. എന്നിട്ട് അതിലിങ്ങനെ ഒട്ടുന്നൊരു ഇങ്ങനെ മാവ് പോലെ ഇരിക്കും. എന്നിട്ട് അതിങ്ങനെ ഉരുട്ടി ഒട്ടിയിട്ട് നമുക്കത് റീയൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെയുള്ള സകലമാന സാധനങ്ങൾ പൊട്ടിച്ചേക്കുന്നത്. കാരണം നമ്മളിവിടെ ഇപ്പോൾ റീസെൻ്റായിട്ട് പെയിൻ്റ് അടിച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഈ മേളിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോ ബൂത്ത്, പക്ഷേ ഇവിടെ അത്ര ലൈറ്റ് ഇല്ല. അതുകൊണ്ട് ഫോട്ടോയൊക്കെ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ ഇനിയിപ്പോൾ ഒരു റിംഗ് ലൈറ്റൊക്കെ വെച്ചാലേ നടക്കത്തുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ തയ്യൽ എംബ്രോയ്ഡറി മെഷീൻ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി കേട്ടോ. കാരണം അവിടെ എനിക്ക് അത്ര വലിയ സൗകര്യം തോന്നാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ മൂടിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് നമ്മുടെ ഒരു എൻ്റെ പേര് ട്രൈപോഡ് എടുത്തിട്ട് ചെറുതായിട്ട് നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, അത് ചുമ്മാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് ഫുൾ റെഡ് ബലൂൺസാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിനി വീർപ്പിക്കണം. ഇന്ന് വീർപ്പിച്ചില്ലെങ്കിൽ ഇന്ന് വൈകിട്ടാണ് വീർപ്പിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ അത് എന്താണ് ചുങ്ങിപ്പോത്തില്ലേ. പിന്നെ ദാ ഇവിടെ നമ്മുടെ ഇതിപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ലൈറ്റാണല്ലോ, അപ്പോൾ ആ ലൈറ്റ് ഇവിടെ നമ്മുടെ സ്റ്റെയറിൽ. അപ്പം ഇത്രയൊക്കെയാണ് എന്താണ് ആനിക്കുട്ടി എണീറ്റല്ലോ. ഇത്രയൊക്കെയാണ് ഡെക്കറേഷൻ എന്ന് പറയാനുള്ളത്. ഇത്രയൊക്കെയാണ്. ഓക്കെ. പിന്നെ അടുക്കളയിൽ സകലമാന സാധനങ്ങൾ ഞാൻ മാറ്റി. ഇന്നിപ്പം രാവിലെയും വൈകിട്ടും മാത്രമേ ഫുഡുള്ളൂ. ഉച്ചയ്ക്കത്തെ ഫുഡ് ഞാൻ പുറത്തുനിന്ന് മേടിച്ച് ബാക്കി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. കാരണം ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റേതായിട്ട് ഞാൻ വൈനും പിന്നെ കട്ട്ലറ്റാണ് ഉണ്ടാക്കേണ്ടത്. കട്ട്ലറ്റിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ എടുക്കുക, തണുപ്പ് മാറ്റുക, പൊരിക്കുക, എത്ര ചെയ്യാനുള്ളൂ. പിന്നെ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് മാറ്റിയിട്ട് ഇത്രയും ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം അകത്തോട്ടൊക്കെ കുത്തിക്കയറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് അപ്പം പിന്നെ നമുക്ക് പുറത്ത് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നെങ്കിൽ നമ്മൾ ഒത്തിരി നേരം എടുത്ത് ക്ലീൻ ചെയ്ത്, ഒരാഴ്ച എടുത്ത് ക്ലീൻ ചെയ്താൽ കേട്ടോ. എന്നെ കൊണ്ട് ഇതൊന്നും ക്ലീൻ ചെയ്ത് തീരത്തില്ല. പിന്നെ ഈ ഏരിയ എനിക്ക് ബിജു ക്ലീൻ ചെയ്ത് തന്ന്. എപ്പോഴും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ബിജു ഇന്ന് ഫുള്ള് ക്ലീനാക്കി അടിപൊളിയാക്കി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അറേഞ്ച്മെൻറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ പറയാനായിട്ട്. 2 ബെഡ്റൂം ഞാൻ അടച്ചിടാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബെഡ്റൂം ആയാലും പിള്ളേരുടെ ബെഡ്റൂം ആയാലും ശരിയാവത്തില്ല കാണിക്കാൻ. ഒരു വിധം ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി. പിന്നെ സാധാരണ ഇങ്ങനെ ഒരു പരിപാടിയൊന്നും വീട്ടിലൊന്നും വെക്കാറൊന്നുമില്ല. അപ്പം ഇങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എനിക്ക് തോന്നിയത് അന്നേരമെങ്കിലും ഉത്സാഹിച്ച് വീടൊന്ന് ക്ലീനാക്കും. അന്നേരം ബിജുവും കൂടെ ഹെൽപ്പ് ചെയ്യാൻ കാണും. നമ്മളൊരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ക്ലീനിങ് ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ അടിപെട്ട് പോകും കേട്ടോ. ഭയങ്കര തലവേദനയും പ്രയാസമാണ്. പക്ഷേ വീട് ക്ലീനായി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ ഉറക്കമില്ല രാത്രി. പിള്ളേർക്ക് വയ്യാതാകുമ്പോഴത്തേക്ക് നമുക്ക് രാത്രി ഉറക്കമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നൊരു കൊതു കയറാൻ തുടങ്ങി. ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് കാണാം.